നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതിശക്തമായ മഴയാണ് തലസ്ഥാനത്തടക്കമുള്ള ജില്ലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. തിരുവനന്തപുരത്തും കൊല്ലയിലും റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 60 കിലോമീറ്റർ വേഗതയിലായിരിക്കും കാറ്റും ആഞ്ഞടിക്കുക. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അതിശക്തമായ കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ നിരവധി ഇടങ്ങളിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അതായത് പുതുക്കിയ മഴ മുന്നറിയിപ്പ് ഇപ്പൊ വന്നിട്ടുണ്ട്. അതെ, തിരുവനന്തപുരത്തും കൊല്ലത്തുമാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ ഇപ്പോ എന്തുകൊണ്ട് ഇപ്പോ നമുക്കറിയാം, നമ്മുടെ കേരളത്തിന്റെ ഒരു കാലാവസ്ഥ വെച്ചിട്ട് ജൂൺ ജൂലൈ മാസത്തിലാണ് കാലവർഷം കൂടുതൽ ശക്തി പ്രാപിക്കുന്നത്. പക്ഷെ ഇത് മെയ് അവസാനത്തോടെ തന്നെ വലിയ രീതിയിലുള്ള മഴയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനുള്ള കാരണം ഈ ലാനിനോ പ്രതിഭാസമാണോ, അതോ അറബിക്കടലിൽ കൂമ്പാര മേഘങ്ങളുണ്ട്, അതാണോ ഇത്തരത്തിൽ വലിയൊരു മഴയിലേക്ക് നയിച്ചിരിക്കുന്നത്? അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ ശക്തമാണ്. അപ്പൊ മെയ്യിൽ തന്നെ മൺസൂൺ മഴ ഇത്രയധികം ശക്തി ആർജിക്കുന്നത് എന്താണ്, അതിന് പിന്നിലുള്ള കാരണം എന്താണ് എന്നതടക്കമുള്ള ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ ഈ കാലാവസ്ഥ വിദഗ്ധർ നമുക്ക് നൽകുന്നുണ്ട്. അതായത് ജൂണിലാണ് മൺസൂൺ തുടങ്ങുന്നത്, പക്ഷെ മെയ് മാസം പകുതിയിൽ തന്നെ മഴ തുടങ്ങിയാലും അതിനെ മൺസൂൺ മഴയാക്കി കണക്കാക്കാം. അപ്പോൾ ഇപ്പോൾ പെയ്യുന്നതും മൺസൂൺ മഴയായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. അതുപോലെ ഈ നേരത്തെ വരുന്ന മഴയെ തീർച്ചയായിട്ടും ഒരു അധിക മഴയായിട്ട് കണക്കാക്കാവുന്നതാണ്. അപ്പോ ഇത്തരത്തിലാണ് ഇങ്ങനെ ആയിരിക്കുന്നത്. എന്തായാലും ഭയങ്കര മഴയെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഈ ഭയങ്കര കാറ്റ്, മഴ എന്നതിലുപരിയല്ലേ ഭയങ്കര ശക്തിയായ കാറ്റാണ്. കഴിഞ്ഞ ദിവസം ഈ റോഡ് സൈഡിലെ ഒരു പോസ്റ്റ് മറിഞ്ഞു വീണു, മണിക്കൂറുകളോളം ഈ ഒരു ബ്ലോക്കിൽ കിടക്കേണ്ട അവസ്ഥ വന്നു. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മരങ്ങൾ ഒടിഞ്ഞു വീഴുന്നു, പോസ്റ്റുകൾ മറിഞ്ഞു വീഴുന്നു. അപ്പോൾ അത് മാറ്റാൻ ഒരു സമയം എടുക്കുമല്ലോ. അപ്പൊ അത്രത്തോളം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നു. അപ്പോൾ വല്ലാത്തൊരു രൂക്ഷമായ തലസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വീശിയടിച്ച കാലവർഷക്കാരില് കനത്ത നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒരുപാട് നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് കർഷകരെയൊക്കെ സംബന്ധിച്ച് അവരുടെ കൃഷി നശിക്കപ്പെടുന്നു. വാഴ കൃഷിയൊക്കെ അത് ഒടിഞ്ഞു വീഴുന്നു. അപ്പൊ അത് കർഷകർക്ക് വലിയ രീതിയിലുള്ള നഷ്ടമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. 50 കിലോമീറ്റർ വേഗതയിലാണ് ഈ കാറ്റൊക്കെ വീശിയത്. അപ്പൊ ഇതില് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിൽ റെഡ് അലേർട്ട് തന്നെയായിരുന്നു. അപ്പോ 70 ഇടങ്ങളിലാണ് മരം വീണുള്ള അപകടങ്ങൾ സംഭവിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ മരം വീഴ്ചയിൽ കാറും ഇരുചക്ര വാഹനവും ഉൾപ്പെടെ 30 വാഹനങ്ങൾക്കാണ് കേടുപാട് സംഭവിച്ചിരിക്കുന്നത്. പേട്ട ശിവൻകോവിലിന് സമീപത്തെ കൂറ്റൻ ആൽമരം വൈകിട്ടോടെ കടപുഴകി വീണിരുന്നു. മരം വീണ് സമീപത്തെ പുതിയതായി നിർമ്മിച്ചിരുന്ന അപ്പാർട്ട്മെന്റിന് കേടുപാടുകളൊക്കെ സംഭവിച്ചു. പേട്ട സ്വദേശിനി അനിതയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ മുകളിലത്തെ സ്ലാബ് കൈവരി വെക്കുകയാണ് തകർന്നിട്ടുള്ളത്. കൂടാതെ ഉള്ളൂർ ജംഗ്ഷനിൽ മരം വീണ ഒരു കാറിനും 4 ഇരുചക്ര വാഹനങ്ങൾക്ക് കേടുപാട് പറ്റി. ഉള്ളൂർ കേശവദാസപുരം റോഡിൽ ഇസാഫ് ബാങ്കിന് സമീപം നിന്നിരുന്ന വൻ മരമാണ് വേരോടെ ഇളകി വീണത്. കൂടാതെ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന കാറിന് മുകളിലൂടെയൊക്കെ മരം വീഴുകയായിരുന്നു. റോഡിന് ഇരുവശത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്കും കേടുപാടുകളൊക്കെ സംഭവിച്ചു. പിന്നെ ഇലക്ട്രിക് പോസ്റ്റുകളും മറ്റ് കേബിളുകളും ഒക്കെ തകരാറിലായി. ഇന്റർനെറ്റ് കേബിളുകളും തകരാറ് സംഭവിച്ചു. പിന്നെ ഗതാഗത തടസ്സമൊക്കെ നേരിട്ടിരുന്നു. കൂടാതെ ഉള്ളൂർ മെഡിക്കൽ കോളേജ് പോകുമ്പോൾ ശ്രീകാര്യം ആക്കുളം കുമാരപുരം റോഡിൽ ഇത് കാരണം രൂക്ഷമായ ഗതാഗത കുരുക്കാണ് സംഭവിച്ചത്. കൂടാതെ പലയിടങ്ങളിലും വൈദ്യുതി അടക്കം പലതും താറുമാറായിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇത് തന്നെയാണ് ഇന്നും റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 60 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുമെന്നുള്ള പുതിയ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസത്തേക്കാൾ അതീവ ഗുരുതരമായിരിക്കും ഇന്നത്തെ ദിവസത്തെ കാറ്റ് കാരണം ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ട് കൂടിയാണത്. അത് മാത്രമല്ല, ഈ പസഫിക് സമുദ്രത്തിലെയും അതുപോലെ തന്നെ ഈ പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അന്തരീക്ഷത്തിലെ ഘടകങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതും ഇത്തരത്തിൽ ഒരു മഴ ഇത്ര അധികം ശക്തമാകുന്നതിൽ ഒരു കാരണമായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് കാലാവസ്ഥ വിദഗ്ധർ നമ്മളോട് പറയുന്നത്. അപ്പൊ എന്തായാലും ഒരു എൽനിനോ പ്രതിഭാസം അത് എൽനിനോയിൽ നിന്നും ലാനിനയിലേക്ക് എത്തിയിട്ടുമില്ല എന്നൊരു സ്ഥിതിയിലാണ്. അപ്പോ അതുകൊണ്ട് തന്നെ ഈ മഴ ഭയങ്കര ശക്തിയാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പിന്നെ ഈ മൺസൂണിന്റെ തുടക്കത്തിൽ ചക്രവാത ചുഴികൾ അറബിക്കടലിൽ രൂപപ്പെടുന്നുണ്ട്. തുടർന്ന് അവ ന്യൂനമർദ്ദമോ അതിതീവ്ര ന്യൂനമർദ്ദമോ ആയി മാറുന്നുണ്ട്. ചില ഘട്ടങ്ങളിൽ ചുഴലിക്കാറ്റുകളായി ഇത് മാറുന്നുണ്ട്. അപ്പോ ഈ മൺസൂൺ കാറ്റിനെയൊക്കെ ശക്തിയായ ന്യൂനമർദ്ദങ്ങളും പിടിച്ചു വലിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിൽ കൂടിയാണ് കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരുന്ന 2 മാസം അക്ഷരാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികൾ നിറഞ്ഞ 2 മാസമായിരിക്കും. അപ്പൊ അതീവ ജാഗ്രതയോടെ ആയിരിക്കുക എന്ന് മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ. കാലാവസ്ഥാ വിദഗ്ധർ ഓരോ മുന്നറിയിപ്പുകളും അവർ നൽകുന്നുണ്ട്. സമയം അതനുസരിച്ച് ആ ഒരു മുന്നറിയിപ്പൊക്കെ മനസ്സിലാക്കി ജാഗ്രതയോടെ ആയിരിക്കുക. ഈ അറബിക്കടലിന്റെ
കാറ്റിന്റെ ശക്തി കുറയുന്നതോടെ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഴയും ഈ കാറ്റിന്റെയൊക്കെ തീവ്രത കുറയുമെന്നാണ് പറയുന്നത്. കൂടാതെ അതായത് ആദ്യ ആഴ്ച, അതായത് മെയ് 30 മുതൽ ജൂൺ 5 വരെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ശക്തമായ മഴയ്ക്കാണ് സാധ്യത നിലനിൽക്കുന്നത്. സാധാരണ ഈ കാലയളവിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴയ്ക്കായിരിക്കും സാധ്യത ഉള്ളത്. പിന്നെ രണ്ടാമത്തെ ആഴ്ച, അതായത് ജൂൺ 6 മുതൽ 12 വരെ എല്ലാ ജില്ലകളിലും മഴ സാധ്യത ഉണ്ടെങ്കിലും സാധാരണ ഈ കാലയളവിൽ ലഭിക്കുന്നതിനേക്കാൾ കുറവ് മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇതിന്റെ പ്രത്യാഘാതങ്ങളൊക്കെ, അതായത് ചിലപ്പോൾ റോഡുകളെ വെള്ളക്കെട്ട് കാരണം യാത്രയ്ക്ക് തടസ്സം നേരിടും. കാൽനട യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് ഈ വെള്ളക്കെട്ട്. കാരണം സാധാരണക്കാരന് പോലും നടക്കാൻ കഴിയില്ല. ഒരു വള്ളം കൊണ്ടുവന്നിട്ട് അതിൽ കൂടെ പോവേണ്ട ഒരു അവസ്ഥയാണ്. അത്രത്തോളം ഈ വെള്ളക്കെട്ടുകളൊക്കെ രൂക്ഷമാണ് തലസ്ഥാനത്ത്. പിന്നെ അതുകൂടാതെ തന്നെ ഈ പറയുന്ന പരസ്യ ബോർഡുകളൊക്കെ ഈ കാറ്റിൽ തന്നെ വന്ന് വീഴാനുള്ള സാധ്യതയുണ്ട്. താൽക്കാലിക ഷെഡുകളൊക്കെ പലതുമുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു കടയ്ക്ക് സമീപം, അതായത് ഒരു ബീച്ചിന് സമീപമുള്ള കടയ്ക്ക് സമീപം വന്നു നിന്ന ഒരു വിദ്യാർത്ഥിനി ദാരുണമായി മരണപ്പെട്ടിരുന്നു. അതായത് ഈ കാറ്റിൽ തന്നെ ഇതെല്ലാം മറിഞ്ഞു വന്ന് വീഴുകയായിരുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ മഴയോ കാറ്റോ ഉള്ള ആ ഒരു സമയത്ത് ഏതെങ്കിലും കടകൾക്ക് സമീപമോ താൽക്കാലിക ഷെഡുകൾക്ക് സമീപമോ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കണം. കാരണം അതീവ ശക്തമായ കാറ്റുകളൊക്കെയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു നിമിഷത്തെ ഒരു ജാഗ്രതാ കുറവ് കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ജീവന് തന്നെ അതൊരു ആപത്ത് വരുന്ന ഒരു സംഭവമായി മാറിയേക്കും. തീർച്ചയായിട്ടും അതൊക്കെ ശ്രദ്ധിക്കുക. ഇടിമിന്നലോട് കൂടിയ മഴ മുന്നറിയിപ്പാണ് നിലനിൽക്കുന്നത്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം ഒക്കെ നിലനിൽക്കുകയാണ്. തീർച്ചയായിട്ടും അതൊക്കെ ആ ഒരു മുൻകരുതലൊക്കെ സ്വീകരിച്ചു വേണം ഈ മഴക്കാലത്ത് നമ്മൾ മുന്നോട്ട് പോകാനുള്ളതെന്നാണ്. മാത്രമല്ല പ്രളയ സാധ്യത മുന്നറിയിപ്പുണ്ട്. അപ്പോ എവിടേക്ക്, ഏതൊക്കെ ജില്ലകളിലും ഏതൊക്കെ നദികളിലാണ് പ്രളയ സാധ്യത മുന്നറിയിപ്പ് ഉള്ളത് എന്ന് കൂടി നോക്കാം. പത്തനംതിട്ട ജില്ലയിലെ മണിമല നദി, അച്ചൻകോവിൽ നദി, പമ്പ നദി, കാസർഗോഡ് ജില്ലയിലെ മൊഗ്രാൽ നദി, നീലേശ്വരം നദി, ഉപ്പള നദി എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട്. പ്രളയ സാധ്യത മുന്നറിയിപ്പാണ്. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ നദി, കണ്ണൂർ ജില്ലയിലെ പെരുമ്പ നദി, കുപ്പം നദി, കാസർഗോഡ് ജില്ലയിലെ കാര്യങ്കോട് നദി, കൊല്ലം ജില്ലയിലെ പള്ളിക്കൽ നദി, കോട്ടയം ജില്ലയിലെ മീനച്ചിൽ നദി, കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ നദി, പത്തനംതിട്ട ജില്ലയിലെ പമ്പ നദി, അച്ചൻകോവിൽ നദി, തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം നദി, വയനാട് ജില്ലയിലെ കബനി നദി എന്നിവിടങ്ങളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നദികളുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം. പിന്നെ പത്തനംതിട്ട ജില്ലയിലെ മണിമല നദിയിലെ തോൻട്ര സ്റ്റേഷൻ, അച്ചൻകോവിൽ നദിയിലെ കോന്നി GD, കല്ലേലി സ്റ്റേഷനുകൾ, പമ്പ നദിയിലെ ആറന്മുള സ്റ്റേഷൻ, കാസർഗോഡ് ജില്ലയിലെ ഉപ്പള നദിയിലെ ഉപ്പള സ്റ്റേഷൻ, നീലേശ്വരം നദിയിലെ ചായോം സ്റ്റേഷൻ, മൊഗ്രാൽ നദിയിലെ മധൂർ എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടും ഉണ്ട്. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ നദിയിലെ കക്കടാശ്ശേരി, തൊടുപുഴ സ്റ്റേഷനുകൾ, കണ്ണൂർ ജില്ലയിലെ പെരുമ്പ നദിയിലെ കൈതപ്രം സ്റ്റേഷൻ, കുപ്പം നദിയിലെ മങ്കര സ്റ്റേഷൻ, കാസർഗോഡ് ജില്ലയിലെ കാര്യങ്കോട് നദിയിലെ ഭീമാ നദി സ്റ്റേഷൻ, കൊല്ലം ജില്ലയിലെ പള്ളിക്കൽ നദിയിലെ ആനയടി സ്റ്റേഷൻ, കോട്ടയം ജില്ലയിലെ മീനച്ചിൽ നദിയിലെ പേരൂർ സ്റ്റേഷൻ, കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ നദിയിലെ കുന്നമംഗലം, കൊള്ളിക്കൽ സ്റ്റേഷനുകൾ, അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ പമ്പ നദിയിലെ മാരാമൺ, കുരുടമണ്ണിൽ സ്റ്റേഷനുകൾ, അച്ചൻകോവിൽ നദിയിലെ പന്തളം സ്റ്റേഷൻ, തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം നദിയിലെ മൈലമൂട് സ്റ്റേഷൻ, വയനാട് ജില്ലയിലെ കബനി നദിയിലെ കാക്കവൽ സ്റ്റേഷൻ, ഇവിടെയൊക്കെ മഞ്ഞ അലർട്ട് ഉണ്ട്. നദികളുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. യാതൊരു കാരണവശാലും ഈ ഒരു സാഹചര്യത്തിൽ നദികളിൽ ഇറങ്ങാൻ പാടില്ല, നദി മുറിച്ചു കിടക്കാനോ പാടില്ല. അപ്പൊ തീരത്തോട് ചേർന്ന് താമസിക്കുന്നവരും ജാഗ്രത പാലിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഏറെ ആശങ്ക പരത്തുന്നത് ഈ ഡാമുകളെ കുറിച്ചുള്ള കുറച്ച് ഭീതിയൊക്കെ ഉയരുന്നുണ്ട്. കാരണം അതിശക്തമായ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാരണം തന്നെ നമ്മുടെ ഈ മുല്ലപ്പെരിയാർ ഡാം അടക്കമുള്ള ഡാമുകളെ കുറിച്ചുള്ള ആശങ്കകളൊക്കെ വർദ്ധിക്കുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഡാമുകളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് പുറത്തു വരുന്നത്? കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തുവന്നത് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയരുന്നു. സ്വാഭാവികമാണ്. ഇത്രയധികം മഴ പെയ്തിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഈ ഡാമിലെ വെള്ളം ജലനിരപ്പൊക്കെ ഉയരുന്ന സാഹചര്യമാണ്. അപ്പൊ ഇടുക്കിയിലും മുല്ലപ്പെരിയാറിലും ഒക്കെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമാണ് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വന്ന റിപ്പോർട്ട്. മാത്രമല്ല ഇപ്പോ ഏറ്റവും പുതുതായിട്ട് വന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് നമ്മളുടെ ഈ ഡാമുകളുടെ ഒരു മെയിൻ്റനൻസ്, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 2018 പ്രളയം അത് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. ആ ഒരു അപകടം എങ്ങനെ ഉണ്ടായി എന്ന് അമിക്കസ് ക്യൂറി നൽകിയ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്, അതായത് മനുഷ്യനിർമ്മിതമായ ഒരു പ്രളയം എന്നാണ് അതിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അനുമതിയില്ലാതെ ഡാം തുറന്നതിന് പിന്നാലെ പ്രളയത്തിലേക്ക് നയിച്ചുവെന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ അമിക്കസ് ക്യൂറി വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ ഇപ്രാവശ്യവും ഡാമിന്റെ മാനേജ്മെന്റിൽ വലിയ പാളിച്ച പറ്റിയെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇത്രയധികം മഴ പെയ്തിട്ട്, അതായത് കാലവർഷം ഒന്ന് വന്നിട്ടേ ഉള്ളൂ, അപ്പൊ തന്നെ ജലനിരപ്പ് ഡാമുകളിൽ ഉയരുന്ന സാഹചര്യം. അപ്പോൾ ഡാം മാനേജ്മെന്റിൽ ഒരുപാട് പാളിച്ച സംഭവിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. വരും ദിവസങ്ങൾ എങ്ങനെയായിരിക്കും അത് എന്ന് അറിയില്ല. അപ്പോ
അത് മാത്രമല്ല, ഇത്തരത്തിൽ ജലനിരപ്പ് ഉയരുകയാണെങ്കിൽ, ഇത്തരത്തിൽ മഴ ഒരു 2 ദിവസം മഴ തകർത്തു, അല്ലെങ്കിൽ ഒരാഴ്ച ആകുന്നേ ഉള്ളൂ മഴ ഇങ്ങനെ തകർത്ത് പെയ്യുമ്പോഴേക്കും ഇത്രയധികം ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമാണെങ്കിൽ അടുത്ത 2 മാസം കാലവർഷം തകർത്ത് പെയ്യുകയാണ്. അപ്പോൾ ഡാമുകളുടെ സ്ഥിതി എന്തായിരിക്കും എന്നൊരു ആശങ്ക ഇപ്പോൾ തന്നെ ശക്തമാവുന്നുണ്ട്. ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം, അപ്പൊ തുറന്നു വിട്ടാൽ അടുത്ത അപകടം, മുന്നിൽ ഉള്ള അപകടം, അങ്ങനെ ഒരുപാട് ആശങ്ക ഇപ്പോൾ ഉടലെടുക്കുന്നുണ്ട്. അതിനിടയിൽ ഡാം മാനേജ്മെന്റിൽ വീണ്ടും പാളിച്ച പറ്റി എന്ന് പറയുന്ന റിപ്പോർട്ട്. അപ്പൊ എങ്ങനെയായിരിക്കും ഡാമുകളുടെ ഒരു അവസ്ഥ എന്നത് ഒരു ആശങ്ക പരത്തും തന്നെയാണ്. അതുപോലെ തന്നെ പ്രളയത്തിലേക്ക് നീങ്ങുകയാണോ എന്നൊരു ആശങ്ക ഉയരുന്നുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, പക്ഷെ ഈ ഒരു റിപ്പോർട്ടുകളൊക്കെ അത്തരത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു പ്രളയം കൂടി താങ്ങാനുള്ള ശേഷി നമ്മുടെ നാടിനില്ല. അപ്പൊ അത് അത്തരത്തിലൊന്നും കടക്കാതിരിക്കട്ടെ അല്ലെ. അങ്ങനെ സ്കൂളുകളൊക്കെ അടുത്ത മാസം തുറക്കാൻ പോവുകയാണ്. അപ്പൊ അതൊക്കെ ഏറെ ആശങ്ക പരത്തുന്നതാണ്. കാരണം വിദ്യാർത്ഥികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഇത്തരത്തിൽ കടുത്ത മഴ ലഭിക്കുമ്പോൾ അതൊരു തീർച്ചയായിട്ടും നമുക്ക് ജോലിക്ക് പോകുന്നവർക്കായിരുന്നാലും സ്കൂളിൽ പോകുന്നവർക്കായിരുന്നാലും ഭയങ്കര ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ബസ്സിലൊക്കെ ഏറെ ആശ്രയിക്കുന്നത് വിദ്യാർത്ഥികളാണ്, ജോലിക്ക് പോകുന്നവരും ആശ്രയിക്കുന്നുണ്ട്. അപ്പൊ ഈ സമയത്തൊക്കെ കടുത്ത മഴ പെയ്യുമ്പോൾ യാത്ര ചെയ്യാനടക്കം നമ്മൾ പലരും പല ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ പ്രളയ സാധ്യത കൂടെ മുന്നിൽ വരുന്നത്. അപ്പൊ അത്രത്തോളം കാരണം ഒരു മഴ പെയ്താൽ തന്നെ നമുക്കിത് താങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പൊ ഒരു പ്രളയ സാധ്യത കൂടെ മുന്നിൽ വരുമ്പോൾ എന്തായിരിക്കും ആ മുന്നിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾ എന്നുള്ളത് നമുക്ക് ഏവർക്കും വളരെ നന്നായിട്ട് തന്നെ അറിയാം. തീർച്ചയായിട്ടും എന്തായാലും മുൻകരുതൽ എന്ന് പറയുന്ന കാര്യം അത് നമ്മൾ എല്ലാവരും സ്വീകരിച്ചേ പറ്റുള്ളൂ. കാരണം ഇതൊന്നും ഒരു സാധാരണ മഴയായിട്ട് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം പണ്ടൊക്കെ ഒരു മഴ കാത്തിരുന്ന കാലമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മഴ എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും എത്ര ജീവനുകൾ കൊണ്ടുപോകുന്ന മഴയാണ് എന്ന തരത്തിലാണ് നമ്മൾ എല്ലാവരും ആശങ്ക പങ്കുവെക്കുന്നത്. തീർച്ചയായിട്ടും മുൻകരുതൽ സ്വീകരിക്കുക. വഴിയോരത്ത് കാണുന്ന ഏതെങ്കിലും തട്ടിക്കൂട്ടിയ കടകൾക്ക് മുന്നിൽ പോയി നിൽക്കാതെ ഇരിക്കുക. കാരണം അതിശക്തമായ കാറ്റുകളൊക്കെയാണ് വരുന്നത്. ഏത് നിമിഷവും ഒരു അപകടം മുന്നിൽ കണ്ട് തന്നെ ആയിരിക്കണം വീട്ടിലേക്ക് ചെന്ന് ചേരേണ്ടത് എന്ന് തന്നെയാണ്. ഇനി വീടിനുള്ളിലാണെങ്കിൽ പോലും ഈ വീടിന് സമീപം ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ അടക്കമുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ വെട്ടിമാറ്റാൻ ശ്രമിക്കുക. പിന്നെ കറണ്ട് പോകുന്ന സമയത്ത് ഈ ലൈൻ കമ്പിൽ പോയി തട്ടി നോക്കാനൊന്നും ശ്രമിക്കരുത്. പ്രത്യേകിച്ച് ഇരുമ്പ് ഉപയോഗിച്ച് അത്തരത്തിൽ പല അപകടങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഒരു നിമിഷത്തെ അശ്രദ്ധ മതി നമ്മുടെ ഒരു ജീവൻ നഷ്ടപ്പെടാൻ. അത് മാത്രമല്ല, അതിരാവിലെയൊക്കെ വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങുന്നവര് അത് സൂക്ഷിച്ചിറങ്ങണം. അതായത് വെള്ളക്കെട്ടിലൊന്നും ചവിട്ടാതിരിക്കുക. ചിലപ്പോൾ ലൈൻ കമ്പി പൊട്ടി വീണ് വരാം. കാരണം കറണ്ട് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് നടക്കാനുള്ളതെന്നാണ്. പിന്നെ ഈ മഴക്കാലം അനുബന്ധിച്ചുണ്ടാവുന്ന ഒരുപാട് അപകടങ്ങൾ നമുക്കറിയാം. നമ്മുടെ നാടിന്റെ അവസ്ഥ നമുക്കറിയാലോ. അപ്പോൾ ഈ മഴക്കാലത്ത് ഉണ്ടാവുന്ന ഒരുപാട് അപകടങ്ങൾ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കുറെ, നമ്മൾ ശ്രദ്ധ കൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കുറെ അപകടങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി ശ്രദ്ധയോടെ തന്നെ ജാഗ്രതയോടെ തന്നെ ആയിരിക്കുക. ഈ മണ്ണിടിച്ചിൽ മേഖലകളിൽ നിന്ന് പരമാവധി മാറി നിൽക്കുക എന്നുള്ളതാണ്. കാരണം ഒരു അല്ലെങ്കിൽ പ്രകൃതികളോട് കളിക്കാൻ നിൽക്കരുത്. തീർച്ചയായിട്ടും ഒരു ദുരന്തം ഉണ്ടാകുമെന്നൊരു മുൻകൂട്ടി നമുക്ക് അറിയാവുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അവിടെ നിന്ന് മാറി നിൽക്കുക. അതുപോലെ തന്നെ കടലിൽ പോകാതിരിക്കുക. കാരണം മീൻ പിടിക്കാൻ പോകുന്നതൊക്കെ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും അപകടത്തിൽപ്പെടാനുള്ള കാരണങ്ങളൊക്കെ ഏറെയാണ്. കാരണം ഇന്ന് തന്നെ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു. 7 വള്ളങ്ങൾ ഇതുവരെ തിരികെ എത്തിയിട്ടില്ല. പല ആശങ്കകളും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കൂടുതൽ കരുതൽ ഈ സമയങ്ങളിൽ ആവശ്യമാണ്. കൂടുതലും അനാവശ്യ യാത്രകളൊക്കെ ഒഴിവാക്കി കൂടുതലും വീടുകളിനുള്ളിൽ തന്നെ കഴിയാൻ ശ്രമിക്കുക. അത് മാത്രമല്ല, ഈ മഴക്കാലത്ത് എന്തായാലും മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ മീൻ പിടിക്കാൻ പോകാൻ പറ്റില്ല. അപ്പൊ അത് അവരുടെ ഒരു ഉപജീവന മാർഗമാണ്. അപ്പൊ ഈ 2 മാസക്കാലത്തോളം അല്ലെങ്കിൽ ഈ മഴ നിൽക്കുന്ന അത്രയും കാലം അവർക്ക് ഉപജീവന മാർഗം ചെയ്യാൻ പറ്റാത്തിടത്തോളം കാലം അവർക്ക് വേണ്ടുന്ന ഒരു കൈത്താങ് കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട് അധികാരികൾ. അത് ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു സമയമാവുന്ന സമയത്ത് ഈ ബീച്ചിലൊക്കെ പോയി വിനോദത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുന്ന കുറെ ടീമുകളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിൽ സ്വന്തമായിട്ടൊരു വിനോദത്തിന് വേണ്ടിയിട്ട് ഈ ബീച്ചിൽ വന്ന് സ്വന്തം ജീവൻ കളഞ്ഞ് തിരികെ പോകരുത്. ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള സമയങ്ങളിൽ അനാവശ്യമായി ബീച്ചുകളൊക്കെ സന്ദർശിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. കാരണം പലതരത്തിൽ ഉള്ള അപകടങ്ങളൊക്കെയാണ് ഈ കടലുള്ളത്. കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാക്കാൻ വലിയൊരു തിരകളൊക്കെയാണ് സംഭവിക്കുന്നത്. അതിനൊപ്പം തന്നെ മഴ. അപ്പോൾ പല കാര്യങ്ങളും ഇതിൽ നിൽക്കുകയൊക്കെയാണ്. അപ്പോൾ അത് കാരണം തീർച്ചയായിട്ടും ഒരു മുൻകരുതൽ ജാഗ്രത എടുക്കേണ്ടതാണ്.